നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 31 വെള്ളി 2025 പ്രധാന വാർത്തകളിലേക്ക്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. നാളെയാണ് പൊതു ബജറ്റ്. തുടർച്ചയായ 8ാമത്തെ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും നികുതിയിലുമൊക്കെ എന്തൊക്കെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് റിപ്പോർട്ടുകൾ. സഹകരണ സ്ഥാപനങ്ങളിൽ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയവർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും അനധികൃതമായി വായ്പ അനുവദിക്കുന്നുവെന്നും ED ഡെപ്യൂട്ടി ഡയറക്ടർ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് EDയോട് ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ED സത്യവാങ്മൂലം നൽകിയത്. ഒരു പാർട്ടിയുടെ ഭാഗമായി നിന്ന് വിജയിച്ച ശേഷം പൊടുന്നനെ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നത് ജനാധിപത്യത്തിലെ താഴ്മതയ്ക്ക് ഉതകുന്നതല്ലെന്നും എന്നാൽ അതിനോട് ജനങ്ങൾ പ്രതികരിക്കേണ്ടത് ജനാധിപത്യപരമായി അടുത്ത തെരഞ്ഞെടുപ്പിലാണെന്നും അല്ലാതെ ആക്രമിച്ചോ കയ്യങ്കാളിലൂടെ അല്ലെന്നും ഓർമ്മിപ്പിച്ച് ഹൈക്കോടതി. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉണ്ടായ സംഘർഷത്തിന്റെ പേരിൽ പോലീസ് കേസെടുത്ത UDF അംഗങ്ങൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ നിരീക്ഷിച്ചത്. OSS മദ്യക്കമ്പനിക്ക് വേണ്ടി ഡൽഹി മദ്യനയ കേസിലെ പ്രതി കൂടിയായ തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത കേരളത്തിൽ വന്നെന്നും സർക്കാരുമായി സംസാരിച്ചെന്നും ആരോപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർ എവിടെയാണ് താമസിച്ചെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞ സതീശൻ എലപ്പള്ളി ബ്രൂവറി വിഷയത്തിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകളാണ് നടന്നതെന്നും ആരോപിച്ചു. ബാലരാമപുരത്ത് അമ്മാവൻ കൊലപ്പെടുത്തിയ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞെന്നാണ് റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ. എന്നാൽ കുട്ടിയുടെ ശരീരത്തിൽ മറ്റ് മുറിവുകളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെ രാവിലെയാണ് വീട്ടിൽ നിന്ന് കാണാതായ കുഞ്ഞിനെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹരികുമാറിന് സഹോദരികളുള്ള വൈരാഗ്യമാണ് കുഞ്ഞിന്റെ ജീവനെടുക്കാനുള്ള കാരണമെന്നാണ് സൂചന. ഹരികുമാർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ ശ്രീതു ചെയ്തു കൊടുക്കാതിരുന്നതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും പോലീസ് സൂചിപ്പിക്കുന്നു. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം കുട്ടിയുടെ അമ്മ ശ്രീതുവിനെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതിനാണ് പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. പിണറായി പഞ്ചായത്തിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് നീക്കാൻ ചെന്നൈ ഉദ്യോഗസ്ഥരെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയായുള്ള ആരോപണം അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. SP റാങ്കിൽ കുറേയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തി സംഭവത്തിന്റെ നിജസ്ഥിതി അറിയിക്കണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരുടെ നൈപുണ്യശേഷിക്ക് അനുയോജ്യമായ വ്യവസായങ്ങൾ തുടങ്ങാൻ നിക്ഷേപകർ തയ്യാറാകണമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ ഭാഗമായി സംസ്ഥാന വ്യവസായ വകുപ്പ് നടത്തുന്ന മലബാർ കോൺക്ലേവ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂസ്ഡ് കാറുകൾ വിൽക്കുന്ന ഷോറൂമുകൾക്ക് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 55A പ്രകാരം ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. എല്ലാ യൂസ്ഡ് കാർ ഷോറൂം ഉടമകളും അടിയന്തരമായ നിയമപ്രകാരമുള്ള ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് നേടണം. അനധികൃതമായി പ്രവർത്തിക്കുന്ന യൂസ്ഡ് കാർ ഷോറൂമുകൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കുലറിൽ അറിയിച്ചു. മുസ്ലിം വിവാദ പരാമർശ കേസിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വീണ്ടും മാറ്റി. അടുത്ത മാസം 5-ന് ഹർജി പരിഗണിക്കും. 4ാം തവണയാണ് കോട്ടയം അഡീഷണൽ സെഷൻ കോടതി ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെക്കുന്നത്. ഹർജിയിൽ തീരുമാനമാകുന്നവരെ അറസ്റ്റ് പാടില്ലെന്നാണ് കോടതി നിർദ്ദേശം. മലപ്പുറം മഞ്ചേരി പുൽപ്പറ്റ ഉളമതിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഓളമതിൽ ആലുങ്ങാപ്പറമ്പിൽ മിനിമോളും ഇവരുടെ 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞുമാണ് മരിച്ചത്. കാഴ്ച കുറയുന്നതിലുള്ള മനോക്ഷമത്തിലാണ് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ. തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കുടുംബം പരാതി നൽകി. സ്കൂളിൽ മകൻ ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിനിരയായെന്ന് കാട്ടി അമ്മയാണ് പരാതി നൽകിയത്. ചില വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരമായ റാഗിങ്ങിന് മകൻ വിധേയനായെന്നും കുടുംബം ആരോപിക്കുന്നു. സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പെരുമാറിയെന്ന മലയാളി ചലച്ചിത്ര നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്ത് കൊച്ചി സെൻട്രൽ പോലീസാണ് കേസ് എടുത്തത്. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ദില്ലി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി അണ്ണാ ഹസാരെ. കോൺഗ്രസ് MP രാകേഷ് റാത്തോഡ് ബലാത്സംഗ കേസിൽ അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ സീതാപൂരിൽ വാർത്താസമ്മേളനം നടത്തുകയാണ് രാകേഷ് റാത്തോഡ് അറസ്റ്റിൽ ആയത്. മഹാകുംഭമേളയിലെ അപകടത്തിൽപ്പെട്ട മരിച്ച കർണാടക സ്വദേശിയുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഉത്തർപ്രദേശ് പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്കിടെ വീണ്ടും തീപിടുത്തം. ഇന്നലെ വൈകിട്ടാണ് സന്യാസിമാരുടെ കൂട്ടായ്മകൾ താമസിച്ച ടെന്റുകൾക്ക് തീപിടിച്ചത്. ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി ഒരു വെബ് പോർട്ടൽ ആരംഭിക്കാൻ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. തമിഴ്നാട് പോലീസിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി തമിഴ് മാധ്യമപ്രവർത്തകരുടെ സംഘടന.
അത്യാധുനിക AI മോഡൽ വികസിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സ്റ്റാർട്ടപ്പുകൾ, ഗവേഷകർ, സംരംഭകർ എന്നിവരിൽ നിന്ന് പ്രപ്പോസലുകൾ ക്ഷണിച്ചു. ചൈനീസ് AI ലാംഗ്വേജ് മോഡലായ ഡീപ് സീഡിനെതിരെ ഗുരുതര ആരോപണമായ GTPയുടെ സൃഷ്ടാക്കളായ ഓപ്പൺ AI ChatGPTയുടെ വിവരങ്ങൾ ഡീപ്സ്കീപ്പ് AI മോഡലിനെ പരിശീലിപ്പിക്കാൻ മോഷ്ടിച്ചുവെന്നാണ് ഓപ്പൺ AIയുടെ ആരോപണം. വിഷയത്തിൽ ഓപ്പൺ AIയും പങ്കാളിയുമായ മൈക്രോസോഫ്റ്റും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 8 തടവുകാരെ കൂടെ വിട്ടയച്ച് ഹമാസ്. 2020 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ആക്രമണത്തിന്റെ സമയത്ത് പിടികൂടിയ 3 ഇസ്രായേൽ ബന്ദികളെയും 5 വിദേശികളെയുമാണ് ഇന്നലെ ഹമാസ് മോചിപ്പിച്ചത്. അമേരിക്കയിലെ വാഷിംഗ്ടൺ റീഗൽ നാഷണൽ എയർപോർട്ടിന് സമീപം വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചിട്ട അപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. അപകടത്തിൽ ആരെങ്കിലും രക്ഷപ്പെട്ടായി വിശ്വസിക്കരുതെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. 27 പേരുടെ മൃതദേഹം വിമാനത്തിൽ നിന്നും ഒരാളുടെ ഹെലികോപ്റ്ററിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. വിമാനത്തിൽ ജീവനക്കാരടക്കം 64 പേരും സൈനിക ഹെലികോപ്റ്ററിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗോണ്ടാനാമോ തടവറയിലേക്ക് മാറ്റുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്യൂബയിലെ അമേരിക്കൻ നാവികസേന അധീനതയുള്ള ഗോണ്ടാനാമോ സൈനിക കേന്ദ്രം നിയമവിരുദ്ധ തടവിനും മനുഷ്യാവകാശ ലംഘനങ്ങളും ലോകമാകെ കുപ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ്. ഇവിടെ 30,000 പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. ദേശീയ ഗെയിംസ് പുരുഷ ഫുട്ബോളിൽ കേരളത്തിന് ആദ്യ മത്സരത്തിൽ ജയം. മണിപ്പൂരിനെതിരെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് കേരളം ജയിച്ചത്. 54 മിനിറ്റിൽ ബിപിൻ ബോബനാണ് കേരളത്തിനായി സ്കോർ ചെയ്തത്. ISLൽ ചെന്നൈയിൽ FCയെ 1-3 ഗോളുകൾക്ക് വീഴ്ത്തി കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയ വഴിയിൽ. ചെന്നൈയിൽ ഹോം ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സിലെ ആദ്യ ജയമാണിത്. 37 മിനിറ്റിൽ വിൽമാൻ ജോർദാൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയതിനെ തുടർന്ന് 10 പേരുമായാണ് ചെന്നൈയിൽ പിന്നീടുള്ള സമയം കളിച്ചത്. 96 ഡെബിറ്റ് കാർഡ് ഓഫറുകൾ ക്യാമ്പയിൻ അവതരിപ്പിച്ച സൗത്ത് ഇന്ത്യൻ ബാങ്ക്. മഹാകുംഭമേളയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ മൊണാലിസ എന്ന മോനി ബോൻസ്ലെ ഇനി ബിഗ് സ്ക്രീനിലേക്ക്. ബോളിവുഡ് സംവിധായകൻ സനോജ് മിശ്രയുടെ സിനിമയിലൂടെയാണ് മോനി അഭിനയ രംഗത്തേക്ക് കടക്കുന്നത്. മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഉണ്ണിമുകുന്ദൻ നായകൻ പുതിയ സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചു. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ഗെറ്റ് സെറ്റ് ബേബിയാണ് ചിത്രം. പടം ഫെബ്രുവരി 21 തിയേറ്ററിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.